Hi everyone, welcome to a new video. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 ലാഖിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? ദ ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ആയ 99,999ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് ദ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ആയ 1 ലാഖ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിരുന്നു. Now the next one is 1 lakh a very large number? 1 lakh എന്ന് പറയുന്നത് ഒരു വലിയ നമ്പർ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈശ്വരപ്പ asked Roxy and Estu, is a lakh big or small? Roxy feels that 1 lakh is a large number. We had 1 lakh varieties of rice, that is a lot. Living 1 lakh days would mean living for 274 years, that is a really long time. If 1 lakh people stood shoulder to shoulder in a line, they could stretch as far as 38 kilometers. ഇപ്പോൾ റോക്സി ഫീൽ ചെയ്യുന്നത് 1 lakh എന്ന് പറഞ്ഞാൽ ഒരു വലിയ നമ്പറാണ്. കാര്യം 1 lakh വെറൈറ്റീസ് ഓഫ് റൈസ് കഴിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഡെയിലി 1 വെറൈറ്റി വെച്ച് കഴിച്ചപ്പോഴും 2 വെറൈറ്റി വെച്ച് കഴിച്ചപ്പോഴും ഒരു 100 ഇയേഴ്സ് കൊണ്ട് പോലും നമുക്ക് 1 lakh വെറൈറ്റീസ് കഴിച്ചു തീർക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 1 lakh is a very large number. അതേപോലെ തന്നെ ലിവിങ് 1 lakh ഡേയ്സ് 1 lakh ഡേയ്സ് ലിവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 274 ഇയേഴ്സ് ലിവ് ചെയ്യണം എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു അല്ലേ? പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം 274 ഇയേഴ്സ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ആൻഡ് ഇഫ് 1 lakh പീപ്പിൾ സ്റ്റാൻഡ് ഷോൾഡർ ടു ഷോൾഡർ 1 lakh ആൾക്കാരെ നമ്മളിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അതൊരു 38 കിലോമീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എ വെരി ലാർജ് ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 1 lakh is a very large number. Estu, however, thinks it is not that big. Do you know that the cricket stadium in Ahmedabad has a seating capacity of more than 1 lakh? 1 lakh people in such a small area. Most humans have 80,000 to 1,20,000 hairs on their heads. Imagine 1 lakh hairs fit in such a tiny space. I heard that there are some species of fish where a female fish can lay almost 1 lakh eggs at once very comfortably. Some even lay tens of lakhs of eggs at a time. എസ്തു പറയുന്നത് എന്താന്ന് വെച്ചാൽ അഹമ്മദാബാദിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 lakh, മോർ ദാൻ 1 lakh ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എത്ര ഒരു സ്പേസിൽ ഉണ്ടായിരിക്കും എന്ന്. അപ്പൊ അത്രയും ഒരു ചെറിയ ഏരിയയിൽ 1 lakhൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് പറയുമ്പോൾ 1 lakh ഈസ് നോട്ട് എ ബിഗ് നമ്പർ. അതേപോലെ നമ്മുടെ ഹ്യൂമൻസിന്റെ ഹെയർ, നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പേസ് ആണ്. അപ്പൊ അവിടെ ഉള്ള ഹെയർസ് എന്ന് പറയുന്നത് 80,000 to 1,20,000 ഹെയർസ് ആണ് നമ്മുടെ ഈ തലയിൽ ഉള്ളത്. അതേപോലെ തന്നെ ഫിഷിന് അറ്റ് എ ടൈമിൽ 1 lakh എഗ്സ് വരെ ലേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 1 lakh എന്ന് പറയുന്നത് അത്ര വലിയൊരു നമ്പർ അല്ല. അപ്പൊ റോക്സിയുടെ അഭിപ്രായത്തിൽ 1 lakh is a very large number, but Estu feels that it is not a big number. And now the question, how do you view a lakh? Is a lakh big or small? ഇനി നിങ്ങൾ പറയൂ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ലാക്ക് എന്ന് പറയുന്നത് ഒരു ബിഗ് നമ്പർ ആണോ സ്മോൾ നമ്പർ ആണോ? A lakh can seem big or small depending on the context and what it's being compared to. For instance, a crowd of 1 lakh people at an event or protest is massive, but in terms of city population, 1 lakh might be considered a small town. 1 lakh എന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ്, അല്ലെങ്കിൽ എന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ബിഗ് ആണോ സ്മോൾ ആണോ എന്നുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം നടക്കുന്നു, അവിടെ 1,00,000 ആൾക്കാർ അവിടെ തടിച്ചുകൂടി എന്ന് പറയുമ്പോൾ അതൊരു വലിയ നമ്പറാണ്. അതല്ല, ഒരു സിറ്റി പോപ്പുലേഷൻ നമ്മൾ എടുക്കുകയാണ്, അവിടെ മൊത്തം 1 lakh ആൾക്കാരെ ജീവിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു സ്മോൾ ടൗൺ. മൊത്തത്തിൽ അവിടെ ഒരു 1 lakh ആൾക്കാരേ ഉള്ളൂ, അത് അത്ര വലിയ നമ്പർ അല്ല. അപ്പൊ ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതൊരു ബിഗ് നമ്പർ ആണോ സ്മോൾ നമ്പർ ആണോ എന്നുള്ളത്. അതിപ്പോ 1 lakh ആയാലും ശരി, 1ന്റെ കാര്യത്തിലായാലും ശരി അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം നടത്തി, 100 മാർക്കിൽ എക്സാം നടത്തിയതിൽ 1 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അവിടെ 1 മാർക്കേ കിട്ടിയുള്ളൂ. 1 എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പറാണ്. അതല്ല, ആ എക്സാം നടത്തിയ 100 പേരിൽ നിങ്ങളാണ് 1ാം സ്ഥാനത്ത് വന്നതെങ്കിൽ അവിടെ 1 എന്ന് പറയുന്നത്
ഇസ് എ വെരി ബിഗ് നമ്പർ അല്ലേ? അപ്പൊ എന്താണ് അവിടെ കോണ്ടെക്സ്റ്റ്, എന്താണ് സാഹചര്യം, എന്ത് സാഹചര്യത്തിലാണ് അത് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനോടാണ് അത് കമ്പയർ ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു നമ്പർ വലുതാണോ ചെറുതാണോ. നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ 1 2 3 4 എന്ന് പറയുന്ന ആ കൗണ്ടിങ് നമ്പേഴ്സിന്റെ രീതിയിൽ എടുക്കുമ്പോൾ 1 lakh എന്ന് പറയുന്നത് ഒരു വലിയ നമ്പറാണ്. പക്ഷെ 1 lakh കഴിഞ്ഞ് വലിയ നമ്പറിലേക്ക് പോകുമ്പോൾ 1 lakh ഈസ് എ സ്മോൾ നമ്പർ. നെക്സ്റ്റ് വൺ, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് നമ്പേഴ്സ്. We have already been using commas for 5-digit numbers like 45,830. അപ്പൊ ആ 1000 കഴിഞ്ഞ് നമ്മൾ ഒരു കോമ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ 1000ന് ശേഷം നമ്മളൊരു കോമ യൂസ് ചെയ്യും. As numbers grow bigger, using commas helps in reading the numbers easily. We use comma in between the digits representing the 10,000 place and the 1 lakh place as you have seen before. അല്ലെ? നമ്മൾ നമ്പേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ആ 10,000 1s 10s 100 കഴിഞ്ഞ് 1000 വരുന്നതിന് ആ 100നും 1000നും ഇടയ്ക്കായിട്ട് ഒരു കോമ യൂസ് ചെയ്യും. അതേപോലെ 10,000 പ്ലേസിനും 1 lakhനും ഇടയ്ക്കും ഒരു കോമ യൂസ് ചെയ്യും. കാര്യം നമുക്കത് റീഡ് ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. Now there is a number name and we read it as 12,78,830. And next one, 15,75,000. അപ്പൊ ആ 2 കോമയുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ലാക്ക് വരെ ഉണ്ട്. അപ്പൊ ആദ്യത്തെ നമ്പർ ലാക്ക് എന്ന് പറഞ്ഞ് വേണം നിങ്ങൾ റീഡ് ചെയ്യാനായിട്ട്. അതല്ല ഒരു കോമയെ അവിടെ ഉള്ളെങ്കിൽ അവിടെ 1000 വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് നമ്പർ കാണുമ്പോൾ തന്നെ കോമയുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Now write each of the numbers given below in words. ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വേർഡ്സിലാക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ 3,06,000. The next one 5,04,085. Now next one 27,30,000. Then 70,53,138. Write the corresponding number in the Indian place value system for each of the following. ഈ തന്നിരിക്കുന്ന നമ്പർ നെയിംസിനെ നമ്പേഴ്സ് ആയിട്ട് ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിലെ നമ്പേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് 1,23,456. ദാറ്റ് ഈസ് 1,23,456. നെക്സ്റ്റ് വൺ 4,07,704. 4,07,000. 7,000 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണം എഴുതാൻ. 70 എന്ന് പറയുമ്പോഴാണ് 70 എന്ന് എഴുതേണ്ടത്. 7,000. Then 704. 704. Next one 50,05,050. 50,05,000 only. 5,050. അപ്പൊ അവിടെ 100 ടേം ഇല്ല, അവിടെ ഒരു 0 കൊടുക്കുക, 50 മാത്രമേ ഉള്ളൂ. Then 10,02,35. 10,02,000 ആണ്. അപ്പൊ അവിടെ 10,000ന്റെയും 1000ന്റെയും ടേം ഇല്ല. സോ പുട്ട് സീറോസ് ആൻഡ് 235. Land of tens. The thoughtful 1000 only has a plus 1000 button. How many times should it be pressed to show? ഇപ്പൊ ഒരു കാൽക്കുലേറ്റർ ഉണ്ട്, അതിന് പ്ലസ് 1000 എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു തവണ പ്രസ് ചെയ്താൽ 1000 വരും. ഇഫ് വി പ്രസ് 2 times 2000 ആകും. 3 times ആകുമ്പോൾ 3000 ആകും. അപ്പൊ അതേ രീതിയിലാണ് അതിനകത്ത് നമ്പേഴ്സ് പോകുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എത്ര തവണ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ നമ്പറും നമുക്ക് കിട്ടും എന്നതിനുള്ള ആൻസർ വേണം എഴുതാനായിട്ട്. അപ്പൊ ഫസ്റ്റ് വൺ തന്നിട്ടുണ്ട് 3000. 3000 കിട്ടണമെങ്കിൽ we need to press 3 times. That is 3000 divided by 1000 ആണ് 3 എന്ന് പറയുന്നത്. Now to get 10,000. ഇപ്പൊ 10,000 കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര തവണ പ്രസ് ചെയ്യണം? 1000ന്റെ ബട്ടൺ ആണ്. സോ 10,000 divided by 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആ 3 zeros അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അല്ലേ? അപ്പോൾ we get 10 times. When we press 10 times we get 10,000. So the next one 53,000. 53,000 കിട്ടണം എന്നുണ്ടെങ്കിൽ
53,000 divided by 1000, that is 53 times. To get 90,000, we need to press 90 times. To get 1 lakh, so divided by 1000, we get 100. So when we press 100 times, we get 1 lakh. 153 times. If we press 153 times, that is 153 into 1000, we get 1,53,000. When we press 153 times, we get the number 1,53,000. Now the next question is, how many thousands are required to make 1 lakh? എത്ര തൗസൻഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിലാണ് 1 lakh കിട്ടുന്നതെന്ന്. അതായത് 1000ന്റെ എത്ര കീ പ്രസ് ചെയ്താൽ നമുക്ക് 1 lakh കിട്ടും? നേരത്തെ ചെയ്തിട്ടുണ്ട്. 1000 into 100 ആണ് 1 lakh വരുന്നത്. സോ 100 thousands make 1 lakh. 100 thousands ചേരുമ്പോഴാണ് അത് 1 lakh ആയിട്ട് മാറുന്നത്. The TDS tens only has a plus 10 button. How many times should it be pressed to show 500? അപ്പോൾ TDS ടെൻസിന് 10ന്റെ ബട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 500 കിട്ടണം എന്നുണ്ടെങ്കിൽ ആ 10ന്റെ ബട്ടൺ എത്ര തവണ പ്രസ് ചെയ്യണം? That is 500 divided by 10, that is 50 times. When we press 50 times, we get 500. So to get 780, we need to press 78 times. To get 1000, we need to press 100 times. That is, we need to divide that number with 10. Now, to get 3700, we need to press 370 times. To get 10,000, we need to press 1000 times. To get 1 lakh, that is, in 1 lakh there are 5 zeros, then 1 lakh divided by 10, we get 10,000. So if we press 10,000 times, we get 1 lakh. Then if we press 435 times, we get 4,350. Now the next one, the handy hundreds only has a 100 button. How many times should it be pressed to show 400? അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. 100ന്റെ ബട്ടൺ 100 മാത്രമേ ഉള്ളൂ. ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ 100, 2 times ആണെങ്കിൽ 200, 3 times ആകുമ്പോൾ 300. അപ്പോൾ 400 കിട്ടണമെങ്കിൽ we need to press 400 divided by 100, that is 4 times. When we press 4 times, we get 400. To get 3700, we need to press 37 times. To get 10,000, we need to press 100 times. To get 53,000, we need to press 530 times. To get 90,000, we need to press 900 times. To get 97,600, we need to press 976 times. To get 1 lakh, we need to press 1000 times. Now, if we press 582 times, 100ന്റെ key 582 times press ചെയ്യുമ്പോൾ we get 58,200. We get 58,200. Now the next question is, how many hundreds are required to make 10,000? 10,000 form ചെയ്യാനായിട്ട് എത്ര hundreds വേണം? അപ്പോൾ 10,000ൽ എത്ര 100 ഉണ്ട്? There are 100. We need 100 hundreds to make 10,000. How many hundreds are required to make 1 lakh? 1 lakh എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര 100 ഉണ്ട്? There are 1000 hundreds. So we need 1000 hundreds to make 1 lakh. 300 says there are some numbers which TDS tens and thoughtful thousands can't show, but I can. Is this statement true? Think and explore. ഇപ്പൊ ഹാൻഡി 100 പറയാണ്, ചില നമ്പേഴ്സ് ഉണ്ട്, അത് TDS ടെൻസിനും തോട്ട്ഫുൾ തൗസൻഡ്സിനും ഷോ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്കത് ഷോ ചെയ്യാൻ പറ്റും. 100 കൊണ്ട് മാത്രമേ അത് ഷോ ചെയ്യാൻ പറ്റുള്ളൂ. 10നും പറ്റില്ല, 1000നും പറ്റില്ല.
അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് 1000ന്റെ കാര്യത്തിൽ ശരിയാണ്. കാര്യം 100 കൊണ്ട് ഷോ ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് 1000 കൊണ്ട് ഷോ ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷെ 10ന്റെ കാര്യത്തിൽ അത് ഫോൾസ് ആണ്. 100 കൊണ്ട് ഷോ ചെയ്യാൻ പറ്റുന്ന ഏത് നമ്പറിനെയും 10 കൊണ്ടും ഷോ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. Chief Chitti is a different kind of calculator. It has the following buttons: 1, 10, 100, 1000, 10,000, lakh and 10 lakh. It always has multiple ways of doing things. To get the number 321, it press plus 10 32 times and plus 1 once. Will it get 321? For 321 കിട്ടണമെന്നുണ്ടെങ്കിൽ it press 10 in the key 32 times. If we press the 10 key 32 times, we get 320. Then 1 once, then we got 321. Correct. Alternatively, it can press plus 100 2 times and 10 12 times and 1 once. If we press 100 2 times, we get 200, and 10 12 times. If we press 10 12 times, we get 120, and then 1 once. Then also the answer is 321. അപ്പോഴും നമുക്ക് 321 കിട്ടും അല്ലേ. അപ്പൊ ഇതേപോലെ ഓരോ നമ്പറിനെയും നമുക്ക് എത്ര ഡിഫറെന്റ് രീതിയിൽ വേണമെങ്കിലും 10ന്റെയും 100ന്റെയും 1000ന്റെയും 1 lakhന്റെയും 10 lakhന്റെ ഒക്കെ മൾട്ടിപ്പിൾസ് കോമ്പിനേഷൻ ആയിട്ട് ആ പ്ലേസ് വാല്യൂവിനനുസരിച്ചും അതല്ലാതെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. 2 of the many different way to get 5072 are shown below. These 2 ways can be expressed as 50 into 100 plus 7 into 10 plus 2 into 1. അപ്പൊ 50 into 100 ചെയ്യുമ്പോൾ 5000 വരും, 7 into 10 വരുമ്പോൾ 70 വരും, plus 2. അപ്പോഴും നമുക്ക് 5072 കിട്ടും. Now another method is 3 into 1000. 3 into 1000 ചെയ്യുമ്പോൾ 3000. Then 20 into 100, that is 2000. Then 72 into 1 is 72. Again we got 5072. Next question, find a different way to get 5072 and write an expression for the same. രണ്ട് മെത്തേഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡിലും കൂടെ 5072 നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. 5 into 1000 plus 7 into 10 plus 2 into 1. That's also we got 5072. Next question, for each number given below, write expression for at least 2 different way to obtain the number through button clicks. Think like Chitti and be creative. ഇപ്പോൾ 5072 എഴുതിയതുപോലെ ഈ താഴെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിനെ എല്ലാം അറ്റ്ലീസ്റ്റ് 2 ഡിഫറെന്റ് വേസിൽ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ 8300. അപ്പൊ ആദ്യം നമുക്ക് സാധാരണ പ്ലേസ് വാല്യൂ സിസ്റ്റം യൂസ് ചെയ്ത് തന്നെ നമുക്ക് എക്സ്പാൻഡഡ് ഫോം എഴുതാം. 8300 can be written as 8 into 1000 plus 3 into 100. ടെൻസിന്റെയും വൺസിന്റെയും പ്ലേസിൽ 0 ആണ്, അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. Again we can write it as 5 into 1000, that is 5000. Now 30 into 100, we got 3000. Then 30 into 10, that is 300. Again we got 8300. അപ്പൊ അതിനെ ആ ഒരു രീതിയിലും റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്പർ ഈസ് 40,629. It can be represented as 40 into 1000 plus 6 into 100 plus 2 into 10 plus 9 into 1. Next one into 1000, that is 35,000. Then 56 into 100, that is 5600. Now 2 into 10, 20 into plus 9 into 1. Then also we got 4629. Next one is 56,324. That is 5 into 10,000, 6 into 1000,
3 into 100, 5 into 10 plus 4 into 1. Again, it can be written as 56 into 1000, that is 56,000. 3 into 100, that is 300. 5 into 10, 50 plus 4 into 1, 4. 56,354. Now next one is 66,666. That is 6 into 10,000, 6 into 1000, 6 into 100, 6 into 10, 6 into 1. Again, we can write it as 66 into 1000. That is 66,000. 6 into 100, 600. 6 into 10 plus 6 into 1. Again, we got 66,666. 3,67,830. That is 3 into 1 lakh plus 6 into 10,000 plus 7 into 1000 plus 8 into 100 plus 1 into 10 plus 3 into 1. Again, we can write it as 30 into 10,000. We got 3 lakh. Then 60 into 1000 is 60,000. Then 70 into 100 is 7,000. Then 81 into 10 is 810. And 3 into 1 is 3. Again, we got 3,67,830. ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകളോ ക്വസ്റ്റ്യനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കും.